പഠിപ്പിക്കുന്നത്. Here we find Judah who goes away from God's path towards sin and faces the consequences. യഹൂദയെ കുറിച്ചാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ വഴി വിട്ടിട്ട് തെറ്റായ ഒരു നിലയിൽ പോകുകയും അതിൽ അവൻ അനുഭവിച്ച പരിണിത ഫലത്തെക്കുറിച്ചുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. But God in mercy confronts him and shows mercy to him, and he makes a U-turn in his life. എന്നാൽ ദൈവം തന്നോട് ക്ഷമിക്കുകയും തന്നോട് കരുണ കാണിക്കുകയും തന്നെ ഒരു യൂട്ടേൺ എടുക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കും. It leads to a repentance, a restoration and a redemption. നമ്മൾക്ക് ഇവിടെ ഒരു അനുതാപവും അതുപോലെ മടങ്ങിവരവും പുനഃസ്ഥാപനവുമാണ് കാണാൻ സാധിക്കുന്നത്. We'll see how God uses these detours in our life to take us to the right path. നമ്മളെ എങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള വഴിയിലേക്ക് ദൈവം കൊണ്ടുപോകും എന്നതിനെ കുറിച്ച് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. Chapter 38 is probably a difficult, not a very easy chapter to read, and a story which is generally unexpected. 38-ാം അധ്യായം വായിക്കുമ്പോഴും കുറച്ച് പാടായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. But understand also this is the word of God and there it is here for a reason. എന്നാൽ ഈ അധ്യായം ഇവിടെ ആയിരിക്കുന്നത് ദൈവവചനമാണ്. അതുകൊണ്ട് ഇതിന് അതിൻ്റെതായിട്ടുള്ള കാരണവും ഈ അധ്യായത്തിനുണ്ട്. In the story so far, we saw the life of Abraham, the life of Isaac, and the life of Jacob. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും യോസെഫിന്റെയും ജീവിതത്തെ കുറിച്ച് നമ്മൾ കണ്ടുവരികയായിരുന്നു. He selects these individuals for a specific purpose, a specific plan. ഓരോ വ്യക്തിത്വത്തെയും ദൈവം തിരഞ്ഞെടുത്തപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള കാരണവും ഉണ്ടായിരുന്നു. Then we saw in chapter 37 where he chooses Joseph. Last Wednesday we saw that. 37-ാം അധ്യായത്തിലും നമ്മൾ കണ്ടത് യോസെഫിന്റെ ജീവിതത്തെ കുറിച്ചാണ്. Then we saw how he was hated by his brothers, he was loved by his father, but finally he ends up at Potiphar's house. 37-ാം അധ്യായത്തിൽ യോസെഫിനെ തന്റെ സഹോദരന്മാർ ദ്വേഷിക്കുകയും അപ്പൻ അവനെ സ്നേഹിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടു. എന്നിട്ട് അവനെ വിട്ട് അവൻ പോത്തിഫറിന്റെ ഭവനത്തിലായിരിക്കുന്നതാണ് നമ്മൾ കണ്ടു തീർത്തത്. So the question is, why is Moses bringing another story in between the Joseph story between 37 and 39? 39, 37, 39 അധ്യായങ്ങളിൽ നമ്മൾ യോസെഫിനെ കുറിച്ച് കാണുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് മോശ 38-ാം അധ്യായത്തിൽ ഇതിന്റെ നടുക്ക് വേറൊരു കഥ വെച്ചിരിക്കുന്നത്? The second question is, why Judah out of all the people, all the brothers, why Judah? എന്ന രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും സഹോദരന്മാരുണ്ടാഞ്ഞിട്ടും എന്തുകൊണ്ടാണ് യഹൂദയെ തിരഞ്ഞെടുത്തത്? Third question is, we know that they are already in the land of Canaan, and we know in the later chapters what is going to happen is they'll be taken out of Canaan. So why this drama where you know that this is the promised land and you'll find the children of Israel going away from Canaan and coming back again to Canaan? ഇതെല്ലാം നടക്കുന്നത് കാനാൻ ദേശത്താണെന്ന് നമുക്കറിയാം. എന്നിട്ട് ഇനി വരുന്ന ചാപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരെല്ലാവരും കാനാനിൽ നിന്ന് പുറത്തു പോകുന്നതായിട്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അവരെ പുറത്ത് വിടുന്നത്? കാനാന്റെ പുറത്ത് അവരുടെ വാഗ്ദത്ത ദേശമായിരിക്കുന്ന ഇവിടം വിട്ട് അവർ പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. Why was there an absence for a long period of time? എന്തുകൊണ്ടാണ് ഇത്രയും ഒരു വലിയ ആളില്ലായ്മ, ആബ്സെൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്? കാരണം കുറെ നാൾക്ക് ശേഷമാണ് അവർ തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണുന്നത്. There's a deviation and a turning point that we'll see in this specific chapter. എന്നാൽ അതിന്റെ എല്ലാം ടേണിംഗ് പോയിന്റ് ആണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. And this turning point, this U-turn will be a redeeming for a reason of redemption. ഇത് വീണ്ടെടുപ്പിന്റെ ഒരു കാരണമായിട്ടാണ് ഈ യു-ടേണിനെ അല്ലെങ്കിൽ ഈ ഒരു ടേണിംഗ് പോയിന്റിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. Reading from verse 1, 1-ാം വാക്യം വായിക്കുമ്പോൾ it says that it came to pass at that time, and we find Judah is going down. എന്നാൽ ഇവിടെ കാണുന്നത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ട് അതുല്യാം എന്ന സ്ഥലത്ത് ഹീരാന്റെ അടുക്കൽ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. Get down. It specifically mentioned that he went down. Though geographically probably it's an incline, but specifically what is Judah is mentioned here is he went down to with a man called Adullam. ഇവിടെ ഭൂമിശാസ്ത്രപരമായും നമ്മൾ നോക്കുമ്പോൾ വെൻ ഡൗൺ എന്നുള്ള വാക്ക് ഇറങ്ങിച്ചെന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഭൂമിശാസ്ത്രപരമായും അതുപോലെ അദ്ദേഹത്തിന്റെ അടുത്തോട്ട് ഇറങ്ങിച്ചെന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. This is also a geographical and a spiritual
direction which Moses is showing. ഇവിടെ ഭൂമിശാസ്ത്രപരമായി മാത്രമല്ല ആത്മീയപരമായും മോശ ചൂണ്ടിക്കാണിക്കുന്നത് അവൻ ഇറങ്ങിച്ചെന്നു, ആത്മീയമായും ഇറങ്ങിപ്പോയി എന്നുള്ള നിലയിൽ. We read in the previous chapter that Joseph was around 17 years old when he was taken to Egypt. 17 വയസ്സ് മാത്രമേ യോസേഫിനുണ്ടായിരുന്നുള്ളൂ. താൻ മിസ്രൈമിലോട്ട് പിടിച്ചോണ്ട് പോയപ്പോൾ. And Judah is probably around in his 20s. അപ്പോൾ ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന യഹൂദ അവന്റെ 20കളിലാണ്. And the reason why this is highlighted is because the children of Israel were supposed to be together. ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് ഇസ്രായേലിന്റെ മക്കൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. You see, when in the previous chapter we see that they went for shearing the sheep and they were doing their occupation. They were all together as brothers. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത് അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു. അവരൊരുമിച്ചാണ് ആടുകളെ മേയ്ക്കാൻ പോകുന്നതും അവരുടെ ജോലി എല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത്. But so this is actually not an accident but an incident which Judah takes a detour from the way of the plan of God. എന്നാൽ ഇവിടെ നമ്മൾക്ക് കാണുന്നത് ഇത് വെറും ഒരു ആക്സിഡന്റ് ആയിട്ട് തന്നെത്താൻ അറിയാതെ എടുത്തൊരു തീരുമാനമല്ല, എന്നാൽ താൻ പൂർണ്ണമായും ബോധ്യത്തോടെ താൻ വഴിതെറ്റി ഡീറ്റോർ ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. It's not that he did it by accident, but it is an intentional action on his part. തന്നെത്താൻ തീരുമാനം എടുത്തുകൊണ്ട് സുബോധത്തോടെ തന്നെയാണ് താൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ട് കാണുന്നത്, അതല്ലാതെ താൻ അറിയാതെ പോകുന്നതല്ല. Judah's brothers probably were not the holiest of people, but still he was following a person called Adullam, who was a Canaanite, who was a foreigner. He was following him and to another place that he was moving forward. യൂദയുടെ സഹോദരന്മാരും അത്ര പരിശുദ്ധമുള്ളവരല്ല എന്ന് നമ്മൾക്കറിയാം. എന്നാലും അവിടെ നിന്നും അവരെയും വിട്ട് താൻ അദുല്യാമിലെ ഹീര എന്ന വ്യക്തിയുടെ അടുക്കലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. He was moving away from God's people and from God's plan. അവൻ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും ദൈവത്തിന്റെ ജനത്തിൽ നിന്നും മാറിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. Many times in our own lives we go to different places for different reasons. നമ്മൾ പല കാരണത്താലും പല സ്ഥലങ്ങളിലോട്ടും നമ്മളും പോകാറുണ്ട്. But what are the reasons for our choices? നമ്മളുടെ ചോയ്സസിന്റെ what are the reasons for our choices? കാരണം എന്താണ്? നമ്മളുടെ തീരുമാനങ്ങളുടെ കാരണം എന്താണ്? We go searching greener pastures to other lands. ചിലപ്പോൾ നമ്മൾ അങ്ങനെ മാറാൻ തീരുമാനമെടുത്തത് നല്ല പച്ചപ്പായിട്ടുള്ള സ്ഥലം കണ്ടിട്ടായിരിക്കാം. But the problem is, are we going understanding, are we being separated from God's people, from the children of God, from the church that you can associate yourself with? നമ്മൾ പോകുന്നയിടത്ത് നിന്ന് നമ്മൾ ദൈവജനങ്ങളെയും ദൈവ മക്കളെയും ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രസൻസും എല്ലാം വിട്ടുകൊണ്ടാണോ നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. We see that this is a descent for sin where it starts from leaving God's people. ഇത് പാപത്തിന്റെ ഒരു ആദ്യത്തെ വീഴ്ചയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, താൻ ദൈവ ജനത്തെ ഉപേക്ഷിച്ചു പോയി എന്ന നിലയിൽ. The second mistake you see the descent in sin is an ungodly friendship that he has. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് താൻ ദൈവികമല്ലാത്ത ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുത്തു എന്ന നിലയിലാണ്, സൗഹൃദത്തെ കുറിച്ചാണ്. 3 times the name Adullam, the friend Hira, is mentioned here in verse 1, in verse 12 and in verse 20. 1-ലും 12-ലും 20-ലും നമ്മൾക്ക് അതുല്യാം എന്നുള്ള ഒരു ഹീര എന്നുള്ള ഒരു അതുല്യാമിനെ കാണുന്നുണ്ട്. So wherever you find his name being mentioned, you find something negative that is happening. എവിടെയൊക്കെ അദ്ദേഹത്തിന്റെ പേര് കാണുന്നുണ്ടോ അവിടെയൊക്കെയും ഒരു നെഗറ്റീവ് കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. In the later verses, in verse 20, you find that he indulges in a shearing festival and a party kind of this thing where there was all kind of filth that was happening there. ഇവിടെ 20-ാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഹീരാന്റെ പേര് പറയുമ്പോൾ അവിടെ അവരൊരു ആടിന്റെ രോമം കർത്തിരിക്കുന്ന ഒരു ഉത്സവത്തിന് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. So it is an instant where they institute into prostitute and all kind of filth that because of the influence of an ungodly friendship. ഒരു ദൈവികനല്ലാത്ത ഒരു സുഹൃത്തിന്റെ കൂട്ടുള്ളത് കൊണ്ട് താൻ പോകുന്ന വഴിയിൽ വ്യഭിചാരവും അതുപോലെ മോശമായിട്ടുള്ള ബന്ധങ്ങളിലും ഒക്കെ താൻ വീഴുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. We often say that birds of a feather flock together.
together. ഒരേ കളറുള്ള പക്ഷികൾ ഒരുമിച്ച് പറക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്. Or you tell me who your friend is, and I'll tell you who you are. നിന്റെ സുഹൃത്ത് ആര് എന്ന് നീ എന്നോട് പറ, അപ്പം ഞാൻ നീ ആരാന്ന് പറയാമെന്നും നമ്മൾ പറയാറുണ്ട്. So the people that whom you associate with, who are your friends, determines mostly who you are. നമ്മൾ ആരുമായിട്ടാണോ കൂടുതൽ നേരം ആയിരിക്കുന്നത് അവരെ പോലെ ആയിരിക്കും നമ്മൾ എന്ന് മനസ്സിലാക്കാം. Generally, there's another statement that is said that who you are is determined by the average of the 5 people that you spend the time most with. നമ്മൾ കൂടുതൽ നേരം സമയം ചെലവഴിക്കുന്ന നിന്റെ 5 കൂട്ടുകാരെ എടുത്താൽ അതിന്റെ ഒരു ശരാശരി ആയിരിക്കും നീ. So what we find here is the place that he left, the friends that he associate, all result in a decline into sin where he spirals down step by step. താൻ ദൈവജനത്തെ വിട്ട് ഉപേക്ഷിച്ച് അവിശ്വാസികളായിരിക്കുന്ന സുഹൃത്തുക്കളോട് കൂട്ടുകൂടുമ്പോൾ അവിടുന്ന് താൻ പാപത്തിൻ്റെതായിട്ടുള്ള പടികൾ ഓരോന്നോരോന്നായി ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Paul says that bad company ruins good morals. We find that in 1 Corinthians chapter 15. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പോൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോശമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് നിങ്ങളെ വലിയ കുഴിയിൽ വീഴ്ത്തുമെന്നാണ്. So you might have friends who are of a different faith, who have a different ideology, but if they are the closest, probably they will attract you to the world rather than to the word. നമ്മൾക്ക് അവിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. അവരുടെ ഐഡിയാസും അവരുടെ ഐഡിയോളജിയും ഒക്കെ വ്യത്യസ്തമായിരിക്കും. എന്നാലും അവരോട് കൂടുതലായിട്ട് ഇടപെടുമ്പോൾ നമ്മളും കൂടുതൽ അവരുടെ പോലെ ആവാനുള്ള ലൗകികമായ ജീവിതത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. You need to see what is your circle of influence, whom are you walking with. നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ആരുമായിട്ടാണ് കൂട്ട്. Next point is, which leads to what we find here, it leads to an ungodly marriage. എന്നാ ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിശ്വാസിയുമായിട്ടുള്ള ഒരു കല്യാണത്തെക്കുറിച്ചും നമുക്ക് വിവാഹത്തെക്കുറിച്ചും കാണാൻ സാധിക്കുന്നുണ്ട്. He marries the daughter of Shua, we read here. ഷുവയുടെ മകളെ അവൻ വിവാഹം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. That is also what we call an ungodly marriage, which result to an ungodly choice. ദൈവികമല്ലാത്ത ഒരു തീരുമാനം എടുത്ത് ദൈവികമല്ലാത്ത ഒരു വിവാഹം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. If you see in the earlier chapters where Abraham gives an instruction to Eliezer, he very clearly tells that you should not find a person, a bride for Isaac from this land, but go to my household, go to my land and find a bride for Isaac. അബ്രഹാം എലയാസറിനോട് പറയുന്ന വാക്കുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കണ്ടതാണ്. നീ എന്റെ ദേശത്ത് പോയിട്ട് അവിടെ നിന്ന് എനിക്കൊരു മകന് ഒരു ഭാര്യയെ എടുക്കുക എന്നാണ് പറയുന്നത്. We probably, it's not clear why he took a person from him, probably with physical attraction, because the society probably she's coming. We don't know the reason, but what we know is the choice that he made was wrong. ഇവിടെ യഹൂദ എന്തുകൊണ്ടാണ് ആ ഒരു അന്യ സ്ത്രീയെ കല്യാണം കഴിച്ചത് എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ തന്റെ സൗന്ദര്യം കണ്ടിട്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മണിയോ എന്തെങ്കിലും കണ്ടിട്ടാകാം. എന്തായാലും താൻ എടുത്ത തീരുമാനം അത് തെറ്റായിപ്പോയി. In verse 2 it says, is saw, took and lay with her. ഇവിടെ 2-ാം വാക്യത്തിൽ കാണുന്നത് കണ്ടു, എടുത്തു and lay with her. കണ്ടു, എടുത്തു എന്നുള്ള വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. So finally, it kind of, you see the word play that is here is actually what you will find in the earlier chapters of Genesis also. ഈ വാക്കുകളുടെ കളി നമ്മൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇത് മുമ്പും നമ്മൾ ഉൽപ്പത്തിയിൽ തന്നെ കണ്ടിട്ടുണ്ട്. If you see Eve, she saw, she took, she ate. ഹൗവ കണ്ടു, എടുത്തു, കഴിച്ചു. You see in Genesis 6 we see the son of man, they saw and they took the daughters of men into them. 6-ാം അധ്യായത്തിലും ദൈവപുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ കണ്ടു, എടുത്തു എന്നുള്ള നിലയിലാണ് നമുക്ക് അതും കാണാൻ സാധിക്കുന്നത്. This is a divine disapproval from God, but he did as he pleased. This is a direct disapproval from God,
approval from God, but he did as he pleased. ഓ, ദൈവത്തിന്റെ മുൻപിൽ അത് തെറ്റായിട്ടുള്ള കാര്യമായിരുന്നുവെങ്കിലും താൻ അത് ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. And we don't probably find an immediate consequence of that in immediate terms at that point of time. എന്നാൽ അവിടെ പെട്ടെന്ന് ഒരു പരിണിതഫലം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. But in verse 7, we see that they have 3 sons, Onan and Shelah. എന്നാൽ 7-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ട് അവന് 3 മക്കൾ ലഭിക്കുന്നുണ്ട്. ഓനാൻ ആൻഡ് Shelah. ശേല. Yeah. In verse 7, it says was married to Tamar. 7-ാം വാക്യത്തിൽ ഏർ എന്നുള്ള വ്യക്തി താമാറിനെ വിവാഹം കഴിക്കുന്നതായിട്ട് നമുക്ക് We കാണാം. don't know what is the reason, but we immediately find that was taken. He died. എന്നാൽ എന്താണ് കാരണമെന്നറിയത്തില്ല. ഏർ പെട്ടെന്ന് തന്നെ മരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു. It specifically says that God put him to death. ദൈവം അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമുക്ക് കാണാൻ And സാധിക്കുന്നു. after that, we see the second son of Judah. രണ്ടാമത്തെ മകനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു യഹൂദയുടെ. Onan was here asked to own up and take the responsibility of honoring his brother. ഓനാൻ ഇവിടെ ശരിക്കും തന്റെ സഹോദരന് വേണ്ടിയിട്ട് അവിടെ എഴുന്നേൽക്കേണ്ടതായിരുന്നു. It is this marriage is called a levirate marriage. ഇതിന് ലെവറേറ്റ് മാരേജ് എന്നാണ്, കല്യാണം എന്നാണ് പറയുന്നത്. So levirate marriage is where it is written where if your brother passes away, to continue that line in the family line, the younger brother goes and marries the widow if they don't have a child. ലെവറേറ്റ് മാരേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ജ്യേഷ്ഠ സഹോദരൻ മരിച്ചുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുക്കൽ ഇളയ സഹോദരൻ ചെന്ന് അവന് ഒരു മകനെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. So Onan's responsibility was to own up to his role and honor that family line, but he did not do that. ഒനാൻ ചെയ്യേണ്ടിയിരുന്നത് താൻ അവിടെ ചെല്ലുകയും തന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്തുവാൻ വേണ്ടി ഒരു സന്തതിയെ ഉണ്ടാക്കുകയുമായിരുന്നു. എന്നാൽ താൻ ചെയ്തില്ല. We read, if you read verses 8 to 10. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ In some translation, this word is repeated thrice. ആ വാക്യം 3 പ്രാവശ്യം പറയുന്നുണ്ട്. ഒരു വാക്ക് The word is seed or offspring. സീഡ്, വിത്ത് എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സന്തതി എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. So Onan wanted only the pleasure of being married to Tamar. ഒനാന് വേണ്ടിയിരുന്നത് താമാറുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം കിട്ടുന്നതായിട്ടുള്ള സുഖത്തെ മാത്രമായിരുന്നു. But he did not want to take any responsibility or to give anything to uphold his brother. തന്റെ സഹോദരനെ സഹായിക്കുക എന്നുള്ള നിലയിൽ, തന്റെ സഹോദരന് അവന്റെ പേരിലുള്ള സന്തതിയെ ഉണ്ടാക്കുക എന്നുള്ള നിലയിൽ അല്ലായിരുന്നു. When we enter into marriage, often we need to understand what is the reason that you want to enter into marriage. നമ്മൾ കല്യാണത്തിലോട്ട് കിടക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് നമ്മൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, വിവാഹം കഴിക്കുന്നത്. I've often heard people say that he is not right, but once he is married, everything will come right. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അവൻ ഇപ്പൊ ശരിയല്ല, കല്യാണം കഴിക്കുമ്പം എല്ലാം ശരിയായിക്കോളുമെന്ന്. Yeah. So probably that what you're doing there is you're not spoiling one person, but an entire generation. എന്നാൽ അവിടെ നിങ്ങൾ ചെയ്യുന്നത് ഒരാളെ നശിപ്പിക്കുകയല്ല, ആ ഒരു ഹോൾ ജനറേഷനെ നശിപ്പിക്കുകയാണ്. For a believer, the most important decision once you're born again is to enter to select the right partner and to get married. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ തീരുമാനം എന്ന് പറഞ്ഞാൽ തന്റെ വിവാഹത്തിന് തന്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്നതാണ്. Even if you're born again and you're not sure, you can still be born again and again. നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും രക്ഷിക്കപ്പെട്ടുകൊള്ളുക. But you can't do that for a wedding. പക്ഷേ കല്യാണത്തിൽ അങ്ങനെ നടക്കത്തില്ല. So this is something so important, so sacred, that a choice that you make is once in a lifetime that you make. The choice that you make, the godly decision that you make is for your life. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം തിരഞ്ഞെടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് വിവാഹം എന്നുള്ളത്. അതുകൊണ്ട് ഇതൊന്ന് തിരഞ്ഞെടുത്താൽ ഒരു തിരിച്ചുപോക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ
അത് ജീവിത മുഴുവൻ നിങ്ങൾ ആയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് സൂക്ഷിച്ചു ചെയ്യുക. So Onan spilled the seed of the offspring, and God uprooted him out by taking his life. ഒനാൻ ചെയ്തത് തന്റെ വിത്ത് വെറുതെ കളയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ദൈവം അവനെ പറിച്ചു മാറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. We know that in Genesis, when you say offspring and seed, was talking about the promised seed, the line of the Messiah. സന്തതികളും വിത്തുകളും കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് കാണുന്നതൊക്കെയും ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം എന്നുള്ള നിലയിലാണ്. We know that later on we read that this was the line that God selected to Judah and his family, that the line of the Messiah would come. And here we find Onan was disrupting the purpose of God. എന്നാൽ നമുക്കറിയാം യഹൂദയുടെ വംശപാരമ്പര്യം എന്ന് പറഞ്ഞാൽ മശിഹ ആയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലോട്ടും കൂടെ വരേണ്ട ആ ഒരു വംശപാരമ്പര്യമാണ്. എന്നാൽ അതിനെയാണ് ഒനാൻ ഇവിടെ മോശമായി കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. What Onan did was probably what only Tamar and Onan and only God knew. ഒനാൻ ചെയ്ത ആ ഒരു പ്രവൃത്തിയെക്കുറിച്ച് ഒനാനും താമാറിനും പിന്നെ ദൈവത്തിനും മാത്രമേ അറിയൂ. But there is no secret in the eyes of God. ദൈവത്തിന്റെ മുൻപിൽ ഒരു സീക്രട്ടും ഒളിഞ്ഞിരിപ്പില്ല. There is nothing that you can hide from the eyes of our Lord. ദൈവത്തിന്റെ മുൻപിൽ കണ്ണിനെ നമുക്കൊന്നും മറവായിട്ടിരിപ്പില്ല. We read in Hebrews that everything is uncovered and lay bare in his sight. നമ്മൾ ബൈബിൾ കാണുന്നത് ദൈവത്തിന് മുമ്പിൽ എല്ലാം നഗ്നവും മലർന്നതുമാണ്. Moving on. മുമ്പോട്ട് പോവാം. Yeah, you can read from verses 12 to 24. 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കുറെ കാലം കഴിഞ്ഞിട്ട് ശൂവയുടെ മകൾ യഹൂദായുടെ ഭാര്യ മരിച്ചു. യഹൂദായുടെ ദുഃഖം മാറിയ ശേഷം അവൻ തന്റെ സ്നേഹിതൻ അതുല്യാമനായ ഹിരയോട് കൂടെ തന്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് പോയി. നിന്റെ അമ്മായപ്പൻ തന്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് തിമ്നാക്കി പോകുന്നു എന്ന് താമാറിന് അറിവ് കിട്ടി. ശേല പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വൈദവ്യ വസ്ത്രം മാറ്റിവെച്ച് ഒരു മൂടുമിടം മൂടി പുതച്ച് തിമ്നാക്കി പോകുന്ന വഴിക്കുള്ള എനയും പട്ടണത്തിന്റെ ഗോപുരത്തിലിരുന്നു. യഹൂദ അവളെ കണ്ടപ്പോൾ അവൾ മുഖം മൂടിയിരുന്നതുകൊണ്ട് ഒരു വേശ്യ എന്ന് നിരൂപിച്ചു. അവൾ വഴിയരികെ അവളുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് തന്റെ മരുമകൾ എന്നറിയാതെ വരിക, ഞാൻ നിന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്റെ അടുക്കൽ വരുന്നതിന് നീ എനിക്ക് എന്ത് തരും എന്ന് അവൾ ചോദിച്ചു. ഞാൻ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു കോലാട്ടിൻകുട്ടിയെ നിനക്ക് കൊടുത്തയക്കാം എന്ന് അവൻ പറഞ്ഞു. നീ കൊടുത്തയക്കുവോളത്തിന് ഒരു പണയം തരുമോ എന്ന് അവൾ ചോദിച്ചു. എന്ത് പണയം തരണമെന്ന് അവൻ ചോദിച്ചതിന്, നിന്റെ മുദ്രമോതിരവും മോതിരച്ചരടും നിന്റെ കയ്യിലെ വടിയും എന്ന് അവൾ പറഞ്ഞു. ഇവ അവൾക്ക് കൊടുത്തു. അവൻ അവളുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. 18 വരെയല്ലേ? 24. പിന്നെ അവൾ എഴുന്നേറ്റ് പോയി തന്റെ മൂടുപടം നീക്കി വൈദവ്യ വസ്ത്രം ധരിച്ചു. സ്ത്രീയുടെ കയ്യിൽ നിന്ന് പണയം മടക്കി വാങ്ങേണ്ടതിന് യഹൂദ അതുല്യാമിനായ സ്നേഹിതന്റെ കൈവശം ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു. അവൻ അവളെ കണ്ടില്ല താനും. അവൻ ആ സ്ഥലത്തെ ആളുകളോട് എനയീമിൽ വഴിയരികിരുന്ന വേശ്യ എവിടെയെന്ന് ചോദിച്ചതിന്, ഇവിടെ ഒരു വേശ്യയും ഉണ്ടായിരുന്നില്ല എന്ന് അവർ പറഞ്ഞു. അവൻ യഹൂദയുടെ അടുക്കൽ മടങ്ങി വന്നു. ഞാൻ അവളെ കണ്ടില്ല, ഈ സ്ഥലത്ത് ഒരു വേശ്യയും ഉണ്ടായിരുന്നില്ല എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു. Here we find Judah has 3 sons, and the one person is alive now is Shelah. യഹൂദയ്ക്ക് 3 മക്കളുണ്ട്. ഷേലാം എന്നുള്ള ഒരു വ്യക്തി ആണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ബാക്കി 2 മരിച്ചുപോയി. And Shelah would not be of age to marry. So Judah tells Tamar, you go away to your father's house, and when Shelah is old of age, is marriageable age, I will give him to you for marriage. എന്നാൽ ഷേലാം എന്നുള്ള വ്യക്തി താൻ പ്രായപൂർത്തിയായിരുന്നില്ല. അതുകൊണ്ട് താമാറിനോട് തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകുവാനും ഷേലേം എന്നുള്ള ഇളയ സന്തതി പ്രായമാകുമ്പോൾ അവനെ ഭർത്താവായി തരാമെന്നുമാണ് പറഞ്ഞിരുന്നത്. Judah's mind is thinking that if I give Shelah also, what happened to and Onan would happen to Shelah as well. യഹൂദ വിചാരിച്ചിരുന്നത് താൻ ഷേലേമിനെയും കൂടെ അവൾക്ക് കൊടുത്താൽ തന്റെ 2 മക്കൾക്കും സംഭവിച്ച അതേ ഗതി അവനും വരുമോ എന്ന് താൻ പേടിച്ചിരുന്നു. Tamar is the reason why my sons are not alive. യഹൂദ വിചാരിച്ചിരുന്നത് താമാറാണ് തന്റെ മക്കൾ മരിക്കാൻ കാരണമായി തീർന്നത് എന്നാണ്. He could never see the sins of his son, but always blame, as usual, the daughter-in-law.
താൻ തൻ്റെതായിട്ടുള്ള തെറ്റുകൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. തൻ്റെ മരുമകളായിരുന്ന താമാറിനെ കുറ്റപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, സാധാരണ കണ്ടുവരുന്നത് പോലെ. So what we find here is Judah is a deceiver. He's into deception. Deceiver. He's lying. അവൻ ഒരു വഞ്ചകനാണ്. Because he told that he would give Shelah, but he does not give Shelah. His intention was not right. ഓക്കെ, അത് വഞ്ചകനായതുകൊണ്ട് താൻ കൊടുക്കാം എന്ന് പറഞ്ഞ മകനെയും കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. Later in the story, we find that Judah's wife passes away. ഇതിന് ശേഷം നമ്മൾ കാണുന്നത് യഹൂദയുടെ ഭാര്യ മരിച്ചു പോകുന്നതായിട്ടാണ്. And Judah, after a time of mourning, goes to the shearing festival again with the ungodly friend Hira. എന്നാൽ അതിന്റെ വിഷമമൊക്കെ മാറിയ ശേഷം ഹീര എന്നുള്ള തന്റെ അവിശ്വാസിയായ സുഹൃത്തിന്റെ കൂടെ ഒരു ആടുകളുടെ രോമം കർത്തിരിക്കുന്ന ഒരു ഫെസ്റ്റിവലിന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. Tamar knows that she is not going to get Shelah, and she knows that Judah has gone to Timnah for this shearing festival. താമാറിന് മനസ്സിലാക്കുകയാണ് തൻ്റെ ഇളയ മകനെ അവൾക്ക് കിട്ടത്തില്ല എന്ന്. അപ്പോഴും യഹൂദ തിമ്നയിലേക്ക് പോകുന്ന കാര്യവും താമാർ അറിയുന്നു. And knowing her father-in-law, she disguises herself as a prostitute. തൻ്റെ അമ്മായപ്പനെ അറിയാവുന്ന താമാറ് തന്നെത്താൻ ഒരു വേശ്യാവസ്ത്രം അണിഞ്ഞു. The sad part is Tamar knew how her father-in-law would react. താമാറിന് അറിയാമായിരുന്നു എങ്ങനെ തൻ്റെ അമ്മായിപ്പൻ പെരുമാറും എന്നുള്ളത്. അതാണ് ഇവിടുത്തെ ഒരു വിഷമമായിട്ടുള്ള കാര്യം. And exactly Judah falls in prey to a prostitute, which is none other than her own daughter-in-law. തൻ്റെ മരുമകൾ വെച്ച കെണിയിൽ യഹൂദ വീഴുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. And as a result, Tamar gets pregnant. Of the act we read from verses 15 to verse 18. 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ആ കെണിയിൽ യഹൂദ വീഴുകയും താമാർ ഗർഭിണിയാകുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Deception actually runs in the family. ഇവരുടെ കുടുംബത്തിൽ തന്നെ വഞ്ചന എന്നുള്ളത് ഉള്ളതാണ്. Jacob deceived his father by putting a cloth to deceive that it was Esau. യാക്കോബ് ഒരു വസ്ത്രം അണിഞ്ഞ് തന്റെ പിതാവിനെ ഏശാവാണ് എന്ന് പറഞ്ഞ് പറ്റിക്കുന്നത് നമ്മൾ കണ്ടു. Judah and his brothers deceive Jacob by taking the colored cloth, dipping it in the goat's blood and deceiving again by cloth and again deceiving their own father. യാക്കോബിന്റെ മക്കൾ യാക്കോബിനെ യോസേഫിന്റെ കുപ്പായം എടുത്ത് ആടിന്റെ രക്തത്തിൽ മുക്കി കാണിച്ച് വഞ്ചിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. And Tamar deceives Judah by again a different type of clothing. അതുപോലെ തന്നെ താമാറും യഹൂദയെ ഒരു വസ്ത്രം കൊണ്ട് തന്നെ പറ്റിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. But Tamar knows Judah is not a person who will keep his word. യഹൂദ ഒരിക്കലും തന്റെ വാക്ക് പാലിക്കുന്ന വ്യക്തിയല്ല എന്ന് താമാറിന് അറിയാമായിരുന്നു. So in the transaction he asks, what will you give me in return? And he gives 3 things: a signet, a bracelet, and the staff. എന്നാൽ താമാറ് 3 കാര്യങ്ങൾ തന്നോട് നേരത്തെ മേടിച്ചു വെക്കുന്നതായിട്ട്, വാക്ക് പാലിക്കത്തില്ലാത്ത ആളായതുകൊണ്ട് മേടിച്ചു വെക്കുന്നത് കാണുന്നുണ്ട്. We read that in verse 18. അത് 18-ാം വാക്യത്തിൽ നമ്മൾക്ക് കാണാം. ഒരു മുദ്രമോതിരവും മോതിരച്ചരടും അവന്റെ കയ്യിലെ വടിയും, ഈ 3 കാര്യങ്ങൾ താമാറ് മേടിച്ചു വെക്കുന്നു. So the staff was a walking stick. നടക്കുന്ന വടിയാണ് അത്. The signet is a kind of cylindrical signet that was used to stamp documents to identify that it was each person's identity was known by the signet ring. ഈ മുദ്രമോതിരം എന്നുള്ളത് ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ ഒരു ഇതാണ്. അത് നമ്മളുടെ ഐഡന്റിറ്റി, ഒരു വ്യക്തിത്വത്തെ കാണിക്കുവാൻ വേണ്ടി നമ്മൾ ഒപ്പിടുന്നത് പോലെയൊക്കെ ഇത് ചെളിയിൽ കുത്തി ഇങ്ങനെ വെക്കുകയാണ്. അത് ഒരാളുടെ ഐഡന്റിറ്റിയാണ്. So all these things, from his staff to his signet ring and everything that he held, clearly identified, was like probably an Aadhaar card, a PAN card, would identify who Judah was really.
ഈ മുദ്രമോതിരവും മോതിരച്ചരടും അതുപോലെ വടിയും താൻ ആരാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്ന തന്റെ വ്യക്തിത്വത്തെ തെളിയിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കാണുന്ന ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ പോലെയാണ് ഈ വസ്തുത അന്ന്. But he did not care. All that he wanted was the pleasure for a moment, and he was very transactional about the entire process. എന്നാൽ ഇവിടെ താൻ അതിനെക്കുറിച്ച് ഒന്നും വിചാരപ്പെടാതെ താൻ ആ നിമിഷത്തെ കുറച്ച് സുഖത്തിന് വേണ്ടിയിട്ട് താൻ ഇതെല്ലാം അവളുടെ കയ്യിൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. And we find who is with him. Hira is with him. Who is with him at every point. Hira is with him. ഓക്കെ. ഈ എല്ലാ അവസ്ഥയിലും ഹീര എന്നുള്ള തന്റെ സുഹൃത്ത് അവനോട് കൂടി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. Later on, he had promised that he would give a young goat, and Hira is the person who comes to complete the transaction later on to give the goat and collect back the signet ring, the stick and the bracelet. തന്റെ മുദ്രമോതിരവും മോതിരച്ചരടും അതുപോലെ ആ വടിയും ഒക്കെ തിരിച്ചു മേടിക്കാൻ താൻ കൊടുക്കാമെന്ന് പറഞ്ഞ തന്റെ ഒരു ഇളയ ആടിനെയും കൊടുത്ത് ഹീരനെ വിടുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. In verses 21 and 22, we read the word that Hira asked, "Where is the shrine prostitute that was on this way?" ഈ 20-21 വാക്യങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഹീര ചോദിക്കുകയാണ്, ഇവിടെ നിന്ന് ആ വേശ്യ എന്തിയെ എന്നുള്ള നിലയിൽ. Shrine prostitute was actually a Canaanite evil that is practiced in the temples, wherein a married person would actually offer themselves as prostitute, which is actually a festival that is done, which would give good yield and harvest for them. നല്ല ഒരു ഹാർവസ്റ്റും ഒരു ഹാർവസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ വേശ്യാവൃത്തി. കാരണം കല്യാണം കഴിച്ചതായിട്ടുള്ള സ്ത്രീകളെ അവിടെ കൊണ്ടുപോയി ചെയ്യുന്നത് അവരുടെ ഒരു ആരാധനയായിരുന്നു, അങ്ങനെ ചെയ്തു പോരുന്നതായിരുന്നു അവിടെ. We know that this is even practiced in India. If you see in Tamil Nadu, Amy Carmichael was one person who came to India who fought against this kind of practices and was able ആർക്കെങ്കിലും വല്ലതും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല വേഗുണ്ടേ. എനിക്ക് തോന്നുന്നു CBC ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നു. യെസ്. പോകുന്നുണ്ടോ? പോകുന്നുണ്ടോ?
മറ്റേ മേടിച്ചോളൂ. അതെ. ജേക്കബേട്ട മ്യൂട്ടല്ല. ആ, ഓക്കെ ഓക്കെ. എന്നറിഞ്ഞാൽ ഉണ്ടാകാനുള്ള ഒരു ആ, എന്താണ് അവൻ ചെയ്യാൻ പോകുന്നത്? What did he do? What did he say? When he got to know that Tamar was pregnant, what did Judah say? അവൻ എന്താണ് പറയുക താമാർ ഗർഭിണിയാണ് എന്നറിഞ്ഞാൽ? His statement was, bring her out and let her be burned. അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളെ ചുട്ടുകളയുക എന്നാണ് തന്റെ മറുപടി. He's forgotten the sin that he committed and all that mattered to him, that she has done wrong, she has to be burned. അവൻ തന്റെ തെറ്റുകളും താൻ ചെയ്ത പ്രവൃത്തികളും ഒന്നും ഓർത്തില്ല. താമാർ ചെയ്തത് ഓർത്തിട്ട് അതിനെ വിധിക്കാൻ പോകുകയാണ്. He's forgotten his sin, he's forgotten his promise, all that he was quick to blame Tamar. താൻ ചെയ്ത തന്റെ പാപം കണ്ടില്ല, താൻ ചെയ്ത തന്റെ വാക്കിനെ ഓർത്തില്ല, വാക്ക് പാലിക്കാത്തതായിട്ടുള്ള നിലയിൽ വാക്ക് പാലിക്കാത്ത നിലയിലുള്ളതൊന്നും ചിന്തിക്കാതെ താമാറിനെ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. You see the earlier verses, it says that when they were not able to find Tamar, what they do is when Hira was not able to find Tamar, they said, come back, that's okay, because I don't want to be end up to be a laughing stock. ഞാൻ അവിടെ ഇവിടെ താമാറിനെ അന്വേഷിച്ച് തന്റെ സുഹൃത്ത് പോയപ്പോൾ അവിടെ കാണാതെ വന്നപ്പോൾ സുഹൃത്തിനോട് പറയുന്നത് ഇങ്ങനെയാണ്, നീ ഇങ്ങ് തിരിച്ചു പോരെ, ഞാൻ വെറുതെ അവിടെ പരിഹാസപാത്രമാകണ്ട എന്നുള്ള നിലയിൽ. So he cared not about his own reputation when he was not able to find Tamar, but here he is also quick to blame Tamar. താൻ തന്റെ സ്വന്തം വ്യക്തിത്വത്തെ അവിടെ നശിപ്പിക്കാൻ തയ്യാറല്ലായിരുന്നു. തന്റെ സുഹൃത്തിനെ തിരിച്ചു വിളിച്ചു. എന്നിട്ടും തന്റെ മരുമകളായിരിക്കുന്ന താമാർ ചെയ്ത തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ, ഹോസ്റ്റ് ആക്കോ. Yeah. So we were seeing what happened when Tamar was when Judah got to know that Tamar was pregnant.
What was Judah's reaction when Tamar was pregnant? നമ്മളിപ്പോ കണ്ടു എന്താണ് താമാർ ഗർഭിണിയാണ് എന്നറിഞ്ഞാൽ യഹൂദയുടെ റിയാക്ഷൻ. He was quick to judge and quick to say that bring her out and let her be burned. അവൻ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുകയും അവളെ പുറത്തു കൊണ്ടുവരിക, അവളെ ചുട്ടുകളക എന്നൊക്കെയുള്ള ഒരു വാക്കുകൾ പറയാനും ഇടയായി തീർന്നു. He forgot what he did. അവൻ ചെയ്തത് എന്തെന്ന് അവൻ മറന്നുപോയി. He only remembered what she did. അവൾ ചെയ്തത് മാത്രമേ അവൻ ഓർത്തുള്ളൂ. Remember the story when Nathan is explaining, Prophet Nathan is explaining to David about an example of a person and how David reacted. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് ദാവീദിന്റെ തെറ്റുകൾ എന്തെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് ചെയ്ത പ്രവൃത്തി നമുക്കറിയാം. So here similarly is how Judah also reacts to Tamar's sin. എന്നാൽ അതുപോലെ തന്നെയാണ് യഹൂദയും ഇവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനിയുള്ള പോർഷൻ. This is kind of a double standard that we often do in our own lives. നമ്മുടെ ജീവിതത്തിലും നമ്മൾ എടുക്കുന്ന ഇരട്ടത്താപ്പാണിത്. This leads to hypocrisy. ഇതിനെ നമ്മൾ കപടഭക്തി എന്നും പറയുന്നു. We try to hide our sins, but we are ready to expose the sins of others. നമ്മുടെ തെറ്റുകൾ മറച്ചു വെച്ച് ബാക്കിയുള്ളവരുടെ തെറ്റുകളെ ഉയർത്തി കാണിക്കുകയാണ് നമ്മളും ചെയ്യാറുള്ളത്. The reason why Tamar did what she did was not for prostitution, but to continue the line. താമാർ ചെയ്തത് താൻ വേശ്യാവൃത്തി ചെയ്യണം എന്ന ഉദ്ദേശത്തിലല്ല, തന്റെ തലമുറ തുടരുവാൻ വേണ്ടിയിട്ടാണ് അവൾ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. And that is why when the signet, when the bracelet and the walking stick was exposed by Tamar, അതുകൊണ്ടാണ് ഈ മുദ്രമോതിരവും മോതിരച്ചരടും അതുപോലെ കാണിക്കുന്നത്. when she exposed and saying that ask the man who owns this is the person responsible for my pregnancy. ഈ വസ്തുതയൊക്കെ ആരുടെയാണോ ആ അദ്ദേഹം കാരണമാണ് ഞാൻ ഇവിടെ ഗർഭിണിയായിട്ടിരിക്കുന്നത് എന്ന് താമാർ പറയുന്നു. And at that point of time we see that he recognizes and says that she is more righteous than I. ആ നിമിഷം യഹൂദയ്ക്ക് മനസ്സിലാക്കുകയാണ് തന്റെ തെറ്റുകളും. അപ്പോൾ പറയുന്ന വാക്കാണ് എന്നേക്കാളും അവൾ മാന്യയാണ് അല്ലെങ്കിൽ നീതിമതിയാണെന്ന്. He later we find in the chapter it says that Judah did not sleep back with her again. That was the first and the last time that they did it. എന്നിട്ട് അതിനുശേഷമുള്ള വാക്കുകൾ നമ്മൾ കാണുന്നത് പിന്നെ അവൻ അവളോടുകൂടെ ശയിച്ചില്ല എന്നുള്ള നിലയിലാണ്. So there is a recognition and then we find a renunciation from the part of Judah. താൻ ആ തെറ്റ് മനസ്സിലാക്കുകയും അത് തുടരാതിരിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. And once he repented, the down spiral of his sins also stopped. താണ് പൊക്കോണ്ടിരുന്ന ആ പാപത്തിൻ്റെതായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം തന്റെ ഒരൊറ്റ അനുതാപത്തിൽ തീരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. We know the later portion, but the question is, Judah also did sin like his older brothers. എന്നാൽ തന്റെ മൂത്ത സഹോദരങ്ങളെ പോലെ തന്നെ യഹൂദയും തെറ്റുകൾ ചെയ്തു. Reuben has an incest relationship with his Jacob's concubine. യാക്കോബിന്റെ ദാസിയുമായിട്ട് രൂബേനും തെറ്റുകൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. We see that Simeon and Levi massacred the people in Shechem. ഷേക്കേമിലുള്ള ആളുകളെയൊക്കെ നശിപ്പിക്കുന്നതായിട്ടുള്ള രൂബേനും ലേവിയും ശിമിയോനും ലേവിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. But in all these instances in chapter 35 and other chapters, you will see there is no remorse, there is no grief, there is no repentance from the part of any of these brothers. എന്നാൽ ഈ സഹോദരങ്ങളിൽ നിന്ന് നമ്മൾ ഉടനീളം വായിക്കുമ്പോഴും നമുക്ക് ഒരിക്കലും അവര് തന്നെത്താൻ തെറ്റുകൾ ഏറ്റുപറയുന്നതായിട്ടോ അതിനെ ഓർത്ത് വിഷമിക്കുന്നതായിട്ടോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. But Judah says that she is more righteous and she recognizes his mistake. He understands where he has gone wrong. എന്നാൽ ഇവിടെ യഹൂദയുടെ ജീവിതത്തിൽ താൻ മനസ്സിലാക്കുകയാണ് താൻ തെറ്റുകാരനാണ്, അവൾ എന്നേക്കാളും നീതിമതി എന്നുള്ള നിലയിൽ പറയുവാനും കാരണമായി തന്റെ തെറ്റുകൾ ഏറ്റുപറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Self-righteous person often ignores his own sin. തന്നെത്താൻ നീതീകരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും തന്റെ തെറ്റുകൾ മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോകുന്നു. But Judah owns it fully understands
where he went wrong. എന്നാൽ യഹൂദ തന്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം ഏറ്റുപറയുന്നതായിട്ട് നമുക്ക് കാണാൻ And that സാധിക്കും. is by the sovereign grace of God that Judah is spared. He could have been killed at that very moment, like his own sons. He could have lost the blessing, but God has grace on Judah. എന്നാൽ തന്റെ സഹോദരന്മാരാലും അവൻ മരണപ്പെടാമായിരുന്നു. തന്റെ എന്ത് കാരണത്താലും തനിക്ക് തെറ്റിന്റെ പരിണിതഫലം എന്നുള്ള നിലയിൽ മരണം അനുഭവിക്കാമായിരുന്നു. എന്നാലും താൻ ഏറ്റു പറഞ്ഞത് കൊണ്ട് തന്നോട് ക്ഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. The application is true repentance owns your sin completely. എന്നാൽ നമ്മൾക്ക് ഇവിടെ എടുക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നമ്മൾ ദൈവത്തോട് ഏറ്റുപറയുകയാണെങ്കിൽ അത് പൂർണ്ണമായും ദൈവം ക്ഷമിക്കും എന്നുള്ള നിലയിൽ. Judah could have said it is only because Tamar came and lured me that I went to this. He could have given a lot of excuses, but he did not do that. He only said he owned up to his mistake without excuses, without blame shifting. He stopped the spiral and found the grace of God. വേറെ ആരെ വേണമെങ്കിലും യഹൂദയ്ക്ക് കുറ്റപ്പെടുത്താമായിരുന്നു. താമാർ അവിടെ വന്നതുകൊണ്ടാണ് അങ്ങനെ, അല്ലെങ്കിൽ തന്റെ സുഹൃത്തിനെയോ എങ്ങനെയും കുറ്റപ്പെടുത്താമായിരുന്നു. എന്നാൽ അതൊന്നും ചെയ്യാതെ തന്റെ പാപം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായും ദൈവത്തോട് ഏറ്റുപറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. Can we read verses 26 to the end? 26 മുതൽ അവസാനം വരെയുള്ള വാക്യം വായിക്കാമോ? അവൾ എന്നിൽ നീതിയുള്ളവൾ, ഞാൻ അവളെ എൻ്റെ മകൻ ശേലാവിന് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അതിൽ പിന്നെ അവളെ പരിഗ്രഹിച്ചതുമില്ല. അവൾക്ക് പ്രസവകാലമായപ്പോൾ അവളുടെ ഗർഭത്തിൽ ഇരട്ടപ്പിള്ളകൾ ഉണ്ടായിരുന്നു. അവൾ പ്രസവിക്കുമ്പോൾ ഒരു പിള്ള കൈ പുറത്തു നീട്ടി. അപ്പോൾ സൂതികർമ്മിണി ഒരു ചുവന്ന നെയിലെടുത്ത് അവന്റെ കൈക്ക് കെട്ടി. ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞു. അവനോ കൈ പിന്നെയും അകത്തേക്ക് വലിച്ചു. അപ്പോൾ അവന്റെ സഹോദരൻ പുറത്തു വന്നു. നീ ഛിദ്രമുണ്ടാക്കിയത് എന്ത് എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവന് പേരസ് എന്ന് പേരിട്ടു. അതിന്റെ ശേഷം കൈമേൽ ചുവന്ന നൂലുള്ള അവന്റെ സഹോദരൻ പുറത്തു വന്നു. അവന് സേരഹ് എന്ന് പേരിട്ടു. You probably heard of overtaking while going on the highway. നമ്മൾ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടിയെ ഇവിടെ മുമ്പിൽ പോകുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്, ഓവർടേക്കിംഗ്. Imagine overtaking on a narrow way. എന്നാൽ ഒരു ചെറിയ വഴിയിൽ കൂടി പോകുമ്പോൾ ഓവർടേക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. That is exactly what Perez did and overtook his brother. അത് തന്നെയാണ് പെരേസ് ചെയ്തത്, തന്റെ സഹോദരനെ ഓവർടേക്ക് ചെയ്തു. So the name Perez means breakthrough. പെരേസ് എന്ന പേരിന്റെ അർത്ഥം തന്നെ ബ്രേക്ക് ത്രൂ, മുന്നേ കയറിപ്പോയി എന്നാണ്. Zerah means rising light. സെറ എന്നുള്ള പേരിന്റെ അർത്ഥം തിളങ്ങുന്ന വെളിച്ചം എന്നുള്ള നില. So when the hand of Zerah came out, the maidservant tied a scarlet, which was indication that he was the firstborn. എന്നാൽ ശെരയുടെ കൈ പുറത്തോട്ട് വന്നപ്പോൾ അവിടെ സൂതികർമ്മിണി അവന്റെ കയ്യിൽ ഒരു ചരട് കെട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവനാണ് ആദ്യം ജനിച്ചത് എന്നുള്ള നിലയിൽ മനസ്സിലാക്കാൻ. But Zerah's hand goes back and we find Perez who is coming out and gets the blessing of the firstborn. എന്നാൽ അവന്റെ കൈ പുറകോട്ട് പോയിട്ട് പെരേഷ് അവനെ ഓവർടേക്ക് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. We find that though Judah lost his 2 sons, he gets 2 sons in one go. യഹൂദയുടെ കാര്യത്തിലും താൻ 2 മക്കളെ നഷ്ടപ്പെടുന്നതായിട്ട് കണ്ടു. എന്നാൽ ദൈവം 2 മക്കളെ തിരിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ God has grace and blesses Judah through Tamar, not a Israelite, a Canaanite, a blessing through the palm tree, and is fruitful in through Perez and Zerah. എന്നാൽ യഹൂദയുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കുന്ന കാണുന്നുണ്ട്. അവനിലൂടെയല്ല, താമാറിലൂടെ താൻ ഒരു പുതിയ ലീനേജ്, ഒരു വംശാവലി തന്നെ ക്രിയേറ്റ് ചെയ്യുവാൻ അവനെ സഹായിക്കുന്നതായിട്ടും 2 മക്കളെ ദൈവം ദാനമായി കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. If you see in Matthew the lineage of Christ that is mentioned from David to Jesus, from Abraham all the way. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ആ വംശാവലി നമ്മൾ കാണുന്നുണ്ട്, അബ്രഹാം, ഇസഹാക്ക് എന്നുള്ള നിലയിൽ. Generally it's mentioned about the one son and then the next the father and the son. അവിടെ സാധാരണ പറയുന്നത് ഒരു അപ്പൻ, ഒരു മകൻ, ഒരു മകൻ എന്നുള്ള നിലയിലാണ്. But we find here Perez and Zerah both are being mentioned. എന്നാൽ ആ അധ്യായത്തിൽ പെരേഷും ഷേയ എന്നുള്ള 2 വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Not only that, Judah and Tamar are mentioned. അവിടെ യഹൂദയെയും താമാറിനെയും മെൻഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ We സാധിക്കും. often remember that there are 4 women in the mentioned in the genealogy.
all have a black mark, all are black sheep, but God chooses them to be a part of his line. എന്നാൽ ഈ ഒരു വംശാവലിയിൽ 4 സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. അവരെ 4 പേരും ഒരു മോശമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷീപ്പ് എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. എന്നാൽ അവരെയും ദൈവത്തിന്റെ സന്തതിയിലേക്ക് ആക്കി തീർക്കുവാനായിട്ട് എടുത്ത് ഉപയോഗിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Judah we find in chapter 49, the blessing does not come to Reuben or Simeon or Levi as the firstborn, but comes to Judah. 49-ാം അധ്യായത്തിലും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് തന്റെ ജ്യേഷ്ഠ സഹോദരങ്ങളായിട്ടുള്ള ആദിപുത്രനായിരിക്കുന്ന രൂബനിലുമല്ല, ഷിമീനിലുമല്ല, ലേവിയിലുമല്ല അനുഗ്രഹം കിട്ടുന്നത് യഹൂദയിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. He becomes the Lion of Judah. He becomes the Lion King. അവൻ Lion of Judah. കർത്താവ് വന്നത് യഹൂദയുടെ ലൈനിലാണ്. അതുപോലെ യഹൂദയിലെ സിംഹവുമാണ്. രണ്ടും ലൈൻ ഓഫ് ജൂഡ ആൻഡ് ലൈൻ ഓഫ് So your past, however bad it might be, does not disqualify you to be considered in the line of God. ദൈവത്തിന്റെ ഭാവിയിൽ നോക്കുമ്പോൾ നമ്മളുടെ തെറ്റുകളോ നമ്മളുടെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളോ ഒന്നും ദൈവത്തിന് അത് ഡിസ്ക്വാളിഫൈ ആക്കാൻ ദൈവത്തിന്റെ മുൻപിൽ അത് ഡിസ്ക്വാളിഫൈഡ് അല്ല. ദൈവത്തിന് അതെല്ലാം കറക്റ്റ് ആക്കാൻ പറ്റും. This is a summary of the U-turn of Judah. ഇതാണ് യഹൂദയുടെ യൂട്ടേണെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. You find 2 J's, one an inverted J, which was in the black, and then you find a normal J, which is taken up to being a part of God's lineage. ഇവിടെ നമുക്ക് 2 ജെ കാണാൻ സാധിക്കും. ഒന്ന് വളഞ്ഞു നിൽക്കുന്ന ജെ, തിരിഞ്ഞ ജെയും, 2 നേരെ നിൽക്കുന്ന ഒരു ജെയുമാണ്. ആ കറുത്ത ആ ഒരു ഗ്രേ കളറിലുള്ളതാണ് തന്റെ മോശമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തെ കാണിക്കുന്നത്. പിന്നെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ താൻ മുകളിലോട്ട് പോകുന്നതായിട്ടും കാണാൻ സാധിക്കും. That's how I got my U-turn. അങ്ങനെയാണ് എനിക്ക് എന്റെ യൂട്ടേൺ കിട്ടിയത്. Yeah. But in summary, why is this story here? What I asked in the beginning. ഞാൻ ആദ്യം ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഈ കഥ ഇതിന്റെ നടുക്കായിരിക്കുന്നത്? We saw Canaan and the corruption that they went through, and how Israel as a nation was influenced by what went around it. കനാന്റെ തെറ്റുകളെ കുറിച്ച് നമ്മൾ കണ്ടു. ഇസ്രായേലിലായിരിക്കുന്ന we find how Canaan as a nation was influential to corrupt Jacob and his sons. കനാനിലുള്ള ആളുകൾ യാക്കോബും തന്റെ ഇസ്രായേൽ മക്കളായിരിക്കുന്ന അവരെ മോശമായിട്ടുള്ള നിലയിലേക്ക് കൊണ്ടുവരാൻ ഇടയായി തീർന്നേനെ. Influenced by what they did, and that was influenced them during the point of time. ആ സമയങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കനാനിലായിരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയും തന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ മക്കളിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. The second reason why this chapter is there is it's a comparison between Judah, who was in Canaan, and who was Joseph, who was in Egypt. ഈജിപ്തിലായിരിക്കുന്ന യോസെഫിനെയും കനാനിലായിരിക്കുന്ന യഹൂദയെയും കുറിച്ച് നമ്മൾക്ക് ഒരു താരതമ്യം രണ്ടാമത് കാണാൻ സാധിക്കുന്നുണ്ട്. Both are almost a comparison, a time span of around 20 years. ഏറെക്കുറെ 2 പേരുടെയും 20 വയസ്സുകളിലാണ് ഇതായിരിക്കുന്നത്. The total storyline is around a time of 20 years in chapter 38 and probably in chapter 39 and 40. 38-ാം അധ്യായത്തിലും 39 അധ്യായങ്ങളിലുമൊക്കെ ഇരുവർക്കും ഒരേ സമയ കാലഘട്ടത്തിൽ നടക്കുന്നതും അതുപോലെ ഒരേ പ്രായത്തിലൊക്കെ ആയിട്ടാണ് ഇരുവരും ആയിരിക്കുന്നത്. Judah makes a wrong choice, but God saves him by his grace. യഹൂദ ഒരു തെറ്റായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു, എന്നാൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് അവനെ ദൈവം നേരെയാക്കി. Joseph made the right choice, but God prolongs his redemption. എന്നാൽ യോസെഫ് ശരിയായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു, എന്നാലും അവനെ നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നില്ല. We find a lesson of temptation, a lesson of failure, but God's faithfulness throughout the journey.
പ്രലോഭനത്തിന്റെയും അതുപോലെ തെറ്റിന്റെയും ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കാണുകയായിരുന്നു. എന്നാൽ അവിടെയൊക്കെയും ദൈവത്തിന്റെ വിശ്വസ്തത നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. We read in 1 Corinthians 10 verse 13 that there's no temptation that has come to man that is not common to man. There's nothing that you or me can face in this world that has not come unto man. നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഓരോ പ്രയാസവും ദൈവം അനുവദിച്ചിട്ടല്ലാത്ത, ദൈവം നമുക്ക് താങ്ങാൻ കഴിയത്തില്ലാത്തതായിട്ടുള്ള പ്രയാസം ദൈവം നൽകത്തില്ല എന്ന് നമ്മൾക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. Key lessons for the day. ഈ ദിവസത്തെ ഏറ്റവും കീ ലെസൺ, one is the influences, the company, your friends, your society, the location that you are, all these influences who you are and what will happen in your life. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്നതായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നമ്മളെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അത് എത്രമാത്രം മുറിവുകൾ നമ്മളുടെ ജീവിതത്തിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണാൻ Let's സാധിക്കും. start with the location, then to your friends, and probably might end up even affecting your marriage. നമ്മൾ മാറി പോകുന്ന നമ്മുടെ സ്ഥലമായിക്കോട്ടെ, നമ്മൾ കൂട്ടുകൂടുന്ന കൂട്ടുകളായിരിക്കോട്ടെ, അല്ലാതെ അതുമല്ല നമ്മളുടെ കുടുംബ ജീവിതത്തിലും നമ്മളുടെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ അത് വലിയ. Often when you get married, we generally say there are 3 B's that you need to look into. വിവാഹത്തിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് 3 B's ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. We say you have to be a believer, you have to be a brethren, and you have to be baptized. അങ്ങനെ 3 B വേണം എൻ്റെ മെയ്റ്റിന് എന്നുള്ള നിലയിൽ നമ്മൾ പറയാറുണ്ട്. ഒന്ന് ബിലീവർ വിശ്വാസിയായിരിക്കണം, ഒന്ന് സ്നാനപ്പെട്ടിരിക്കണം, അതുപോലെ born again ആയിരിക്കണം, So ബ്രദറിന് ആയിരിക്കണം. yeah. So whoever that BB is doesn't matter, but what matters is that person has to love God and has to live a life which is pleasing to God. The person who loves to God is the most important factor. എന്നാൽ ഇതൊന്നുമല്ല ഏറ്റവും വലുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, താൻ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം, ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം എന്നുള്ള നിലയിൽ നമുക്ക് പറയാം. God judges sin and you will face its consequences also. ദൈവം പാപത്തെ ന്യായം വിധിക്കും, അതിന്റെ പരിണിത ഫലം നമ്മൾ അനുഭവിച്ചേ മതിയാകും. Judah did not face the consequence as soon as he got married, but later when his sons came, they went into deeper sin which resulted in the consequences. യഹൂദ തെറ്റ് ചെയ്തപ്പോഴേ, തെറ്റായിട്ടുള്ള തീരുമാനം എടുത്തപ്പോഴേ അവന് പരിണിതഫലം ലഭിച്ചില്ല. എന്നാൽ തന്റെ ജീവിതത്തിൽ മുൻപോട്ട് പോയപ്പോൾ തന്റെ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതും അവരുടെ മരണവും എല്ലാം യഹൂദ കാണേണ്ടി വന്നു. God took 20 years to repair this mess. ഈ ഒരു തെറ്റിനെ 20 വർഷം എടുത്തു ദൈവം അത് നേരെയാക്കാൻ. But like as Benai mentioned last Sunday for worship, whatever be the consequences, but God had grace on Judah. എന്നാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമ്മളുടെ തെറ്റുകളും നമ്മുടെ പ്രയാസങ്ങളും എന്തും ആയിക്കോട്ടെ, എന്നാൽ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ്. God grace shines brighter. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുണ എല്ലാറ്റിനും മുകളിൽ തിളങ്ങി നിൽക്കും. There is no past that again disqualifies you to be a part of God's plan. ദൈവത്തിന്റെ ആ ഒരു പ്ലാനിലേക്ക് ചെല്ലുവാൻ വേണ്ടി നിങ്ങളുടെ ഭാവി കാലത്തിലെ ഒരു തെറ്റും അതിന് പ്രശ്നമല്ല. So the challenge to you is, if you are on the downward spiral, stop, return to God. നിങ്ങൾ താഴോട്ടുള്ള ചുഴിയിലേക്കാണെങ്കിൽ നിങ്ങൾ അവിടെ നിർത്തുക, ദൈവത്തിലേക്ക് തിരിഞ്ഞു പോകുക. Repent, ask mercy from God, and he will restore you to his purpose. ദൈവത്തോട് ഏറ്റുപറയുക, ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുക, ദൈവം നിങ്ങളെ പുതിയതാക്കും. And God may use your detours to fulfill his greater plan. നമ്മളുടെ തെറ്റായിപ്പോയ വഴികളിലും ദൈവത്തിന്റെ പ്ലാൻ ചെയ്യും. May his name be glorified. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എബി മുമ്പോട്ട് വന്ന് പറയാനുള്ള കാര്യങ്ങൾ പറയാമോ? പോയിന്റ്സ് കം. ഒന്നുമില്ല, ശനിയാഴ്ച നമ്മൾ ഫ്യൂണറലിന് പോകുന്നുണ്ട്. ബ്രദർ എബി ബ്രദറിന്റെ മദറിന്റെ
അപ്പം ഇനി 5 സീറ്റ് അവൈലബിൾ ഉള്ളൂ. പാർക്കിംഗ് വേണമെങ്കിൽ അതും കൂടി പറയാം. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ പ്രിയ ഗോഡ്ലി മാത്യു ബ്രദർ കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുത്തു പോയി. 1-2 ദിവസമായി തനിക്ക് ശാരീരികമായ അല്പ അസ്വാസ്ഥ്യങ്ങളുണ്ട്. അതുകൊണ്ട് താൻ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി അവിടെ അഡ്മിറ്റാണ്. സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. തന്നെ നമുക്ക് പ്രത്യേക പ്രാർത്ഥനയിൽ ഓർക്കാം. എത്രയും വേഗം പൂർണ്ണ സൗഖ്യം കിട്ടുവാനും അടുത്ത ദിവസങ്ങളിൽ നമ്മളോടൊപ്പം ആയിരിക്കാനും കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗോഡ്സി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ഷേമമില്ലാതിരിക്കുകയായിരുന്നല്ലോ. എന്നാൽ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ അങ്കമാലിയിലെ കൺവെൻഷന് പോയി പാട്ടുപാടാൻ തക്കവണ്ണമുള്ള ആരോഗ്യവും ബലവും കൊടുത്തിരിക്കുന്നു. പ്രിയ മകളെ നമുക്ക് തുറന്നും പ്രാർത്ഥനയിൽ ഓർക്കാം. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇത്. വളരെ വിദഗ്ധമായി ഗ്യാബി കൈകാര്യം ചെയ്തു എന്ന് മാത്രമേ എനിക്ക് പറയാൻ തക്കവണ്ണമുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഉള്ള അറിഞ്ഞിരിക്കേണ്ട ചില പാഠങ്ങളെക്കുറിച്ച് ഗ്യാബി ഓർപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സായിട്ടുള്ള ഒരുപാട് പേര് ഈ ഭാഗങ്ങൾ വായിക്കുകയും ഇതിനെക്കുറിച്ചൊക്കെ കേൾക്കുകയും അതിൽ നിന്ന് എടുക്കാനുള്ള കാര്യങ്ങൾ എടുക്കുകയും ത്യജിക്കേണ്ട കാര്യങ്ങൾ ത്യജിക്കുവാനും തക്കവണ്ണം ദൈവം പ്രത്യേകം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ അത് ചിലപ്പോഴൊക്കെ നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങാത്തതാണ്. എങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്നത് എന്ന് നാം ചിന്തിച്ചു പോകും. എന്നാൽ ആത്യന്തികമായിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ ദൈവമെല്ലാം നന്നായി ചെയ്യുന്ന ഒരു ദൈവമാണ്, തെറ്റുപറ്റാത്ത ഒരു ദൈവമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഇതിൽ നിന്ന് നമുക്ക് അനേക പാഠങ്ങൾ പ്രിയ ഗ്യാബി ഓർപ്പിക്കുകയുണ്ടായി. ഹൗ വി നീഡ് ടു സെലക്ട് അവർ ഫ്രണ്ട്സ്. നമ്മുടെ സ്നേഹിതരെ, നമ്മുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ്, നമ്മൾ പോകേണ്ടുന്ന വഴി എവിടെയാണ്, പോകാൻ പാടില്ലാത്ത വഴികൾ എവിടെയാണ്. എല്ലാ സ്ഥാനങ്ങളിലും വി നീഡ് ടു ബി അപ്രൂവ്ഡ് അൺടു ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ്, നിങ്ങൾ കൊള്ളരുതാത്തവരല്ല, നിങ്ങൾ കൊള്ളാകുന്നവരായി തെളിയണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. മറ്റൊരു കാര്യം എൻ്റെ മനസ്സിൽ വന്നത്, നമ്മൾ ഇന്ന് പഠിച്ച ഈ 1 മണിക്കൂർ സമയം നാം ചിന്തിച്ച കാര്യങ്ങളിൽ ഡോണ്ട് വെയിറ്റ് ഫോർ ഡൂയിങ് സിൻ ആൻഡ് വെയിറ്റ് ഫോർ നമ്മൾ പിന്നെ ഒരു റിപ്പൻറ്റൻസിലോട്ട് പോവുകയല്ല. നമ്മുടെ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത്, തെറ്റുകൾ വന്നിട്ടുള്ള സ്ഥാനത്ത് ഇതൊന്നും നമ്മുടെ ജീവിതങ്ങളിൽ റിപ്പീറ്റ് ചെയ്യുവാൻ ഇടയാകരുത് എന്നുള്ള ഒരു വലിയ പാഠമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നത്. ഐ ബിലീവ് യു ആർ ക്ലിയർ. ഓക്കെ, നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കൂടെ എവിടെയൊക്കെയാണ് തെറ്റുപറ്റിയത്, എവിടെയൊക്കെയാണ് പരാജയം സംഭവിച്ചത്, എവിടാണ് ദൈവം ശിക്ഷ കൊടുത്തത്. ഇന്ന് 2 വാക്കുകൾ എൻ്റെ മനസ്സിലും ആഴമായിട്ട് പതിഞ്ഞു. എന്താ സംഭവിച്ചത്? നമ്മൾ കാണുന്നുണ്ട്, മരിപ്പിച്ചു, മരിപ്പിച്ചു, ദൈവം മരിപ്പിച്ചു എന്നുള്ള വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് വി നീഡ് ടു ബി വെരി കെയർഫുൾ ആസ് വി പ്രൊസീഡ് ഇൻ ദിസ് ജേർണി. ഈ യാത്രയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഈ പഠിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള ചില കാര്യങ്ങളെ നാം ഫൊർഗെറ്റ് ചെയ്യും, അതിലേക്ക് നമ്മുടെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിപ്പാൻ തക്കവണ്ണം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എന്താണ് ഫൈനൽ മെസ്സേജ്? വാട്ട് ഈസ് ദ ഫൈനൽ മെസ്സേജ് ഹിയർ? നമുക്കറിയാം, നമുക്കൊരു ശൈശവകാലമുണ്ട്, അതിനുശേഷം നമുക്കൊരു ബാല്യകാലമുണ്ട്, പിന്നെ ഒരു യൗവനം നമുക്കുണ്ട്. അപ്പോൾ ഈ സ്റ്റേജുകളെല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ 16-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്യം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരികയാണ്. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. യഹോവയെ ഞാൻ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അപ്പം കർത്താവിനെ മുമ്പിൽ വെച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മുടെ മുമ്പോട്ടുള്ള ജേണി എന്നുള്ളത് നമുക്ക് ഓർക്കുവാൻ തക്കവണ്ണം കർത്താവ് വാസ്തവമായി സഹായിക്കട്ടെ. യൗവനമുണ്ട്, പിന്നെ ഓർത്തതുപോലെ ഒരു വെഡിങ് ലൈഫ്, ഒരു കുടുംബജീവിതമുണ്ട്.
അപ്പോൾ അവിടെയൊക്കെ നാം കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ള നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, അതൊന്നും ബാഹ്യമായിട്ടുള്ള ചില കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. അതിലുപരിയായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ എല്ലാ നിലയിലും ദൈവികമായിട്ടുള്ള ഉദ്ദേശ്യം അതിൻ്റെ 100% ലെവലിൽ ഉണ്ടായിരിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ബൈബിൾ സ്റ്റഡിക്കായിട്ട് ഞങ്ങൾക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ഇത്രയും പേർക്ക്